ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തത് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെന്തായാലും എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സൊക്കെ മാറും, പക്ഷേ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. 5 friends measured their weights as a part of health club activities of the school, but Veena and Manu forgot to write their weights. അപ്പോൾ 5 ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമായിട്ട് അവരുടെ വെയിറ്റ് നോക്കുന്നുണ്ട്. 2 പേർക്ക് വെയിറ്റ് എഴുതാൻ മറന്നുപോയി. ദെയർ ആവറേജ് വെയിറ്റ് ഈസ് 46 കിലോഗ്രാം. അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 46 കിലോഗ്രാം ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 5 ഫ്രണ്ട്സ്? ഈ 5 ഫ്രണ്ട്സിൻ്റെയും ആവറേജ് വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര? ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ. ഇവിടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് വെയിറ്റ് 46 ആണ്. എത്ര ആളുണ്ട്? 1 2 3 4 5 ആളാണ് ഉള്ളത്. അപ്പോൾ 46 ഇൻറ്റു 5 ചെയ്യുക. 46 ഇൻറ്റു 5 ഇൻറ്റു 6 33, 5 ഇൻറ്റു 4 20, 20 പ്ലസ് 3 23. അപ്പോൾ 230 ആണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എടുത്ത് ചെയ്ത് നോക്കണേ. 230 ആണ് 5 ഫ്രണ്ട്സിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇനി അടുത്ത ഫൈൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് വീണ ആൻഡ് മനു. വീണയുടെയും മനുവിൻ്റെയും വെയിറ്റ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ 2 ആളുടെയും കൂടെ വെയിറ്റ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്കിപ്പോൾ ടോട്ടൽ വെയിറ്റ് 230 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ 3 ആളെയും വെയിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആളെ വെയിറ്റും കൂട്ടിയിട്ട് നമുക്ക് മൈനസ് ചെയ്താൽ കിട്ടൂലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കാം? ഇവരെ 3 ആളെയും വെയിറ്റ് ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ 50 45 35, 50 45 35, 5 5 10, ബാലൻസ് 1 1 5 6 6 4 10 10 3 13. അപ്പോൾ 130 നമുക്ക് 3 പേരുടെയും കിട്ടിയത്. അപ്പോൾ നമുക്ക് 230 130 കുറയ്ക്കാം. 0 0 പോയാൽ 0, 3 3 പോയാൽ 0, 2 1 പോയാൽ 1. അപ്പോൾ 2 പേരുടേതും എത്രയാണ്? 100 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 2 പേരുടെ എത്രയാണ്? 100 kg ആണ്. ഓക്കെ, ഇനി എന്താണ്? ഇഫ് ദ വെയിറ്റ് ഓഫ് വീണ ആൻഡ് മനു ആർ ഈക്വൽ, വാട്ട് വിൽ ബി ദെയർ വെയിറ്റ്? ഇനി പറയുകയാണ് ഇവർ 2 ആളുടെയും വെയിറ്റ് വെയിറ്റ് ഒന്ന് തന്നെയാണ് എന്ന്. 2 ആൾക്കും ഒരേ വെയിറ്റാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 100 കിട്ടിയത്. 2 ആൾക്കും നമുക്ക് വീതിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ 2 ആയിട്ട് ഇതിൻ്റെ ഹാഫ് എടുത്താൽ 50 വീണക്കും 50 മനുവിനും. ഓക്കെ, അപ്പോൾ അത് 50 നമുക്ക് കിട്ടി. ഇനി അടുത്ത് നോക്കാം. വെൻ നാദിര ജോയിൻഡ് ദ ഗ്രൂപ്പ് ദ ആവറേജ് വെയിറ്റ് ഡിഡ് നോട്ട് ചേഞ്ച്. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് നാദിര. പിന്നെ ഇതിൽ ആര് വന്നു? നാദിര വന്നു. നാദിര വന്നപ്പോൾ ഇവിടുത്തെ ആവറേജിന് ഒരു വ്യത്യാസവും വന്നില്ല. ഒരു വ്യത്യാസവും വന്നില്ലെങ്കിൽ എന്തായിരിക്കും? ആവറേജ് തന്നെയായിരിക്കും നാദിരയുടെ വെയിറ്റ് അല്ലേ. നാദിരൻ്റെ വെയിറ്റിന് നാദിര വന്നു ചേർന്നപ്പോൾ ആവറേജിന് ഒരു വ്യത്യാസവും വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വെയിറ്റ് എത്രയാണ്? 46 ആണ്. ആ ആവറേജ് വെയിറ്റ് തന്നെയാണ് നാദിരയുടെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ആവറേജ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ ഫാമർ ഹാസ് 2 ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓഫ് കൗസ്. ഒരു ഫാമറിന് 2 തരത്തിലുള്ള പശുണ്ട്. ദ നമ്പർ ഓഫ് കൗസ് ഈച്ച് ബ്രീഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഗോട്ട് ഇൻ 1 വീക്ക് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ ആഴ്ചയും കിട്ടുന്ന പാലിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്രീഡ് 3 എണ്ണം ഉണ്ട്. അത് കിട്ടുന്നത് 210 ലിറ്ററാണ്, 210 ലിറ്ററാണ്. സെക്കൻഡ് ബ്രീഡ് 4 എണ്ണം ഉണ്ട്. കിട്ടുന്നത് 252 ലിറ്ററാണ്. അപ്പം 3 ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഗോട്ട് ഫ്രം എ കൗ ഓഫ് ഫസ്റ്റ് ബ്രീഡ്? ഫസ്റ്റ് ബ്രീഡിൽ നിന്ന് കിട്ടുന്ന ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആവറേജ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ബൈ നമ്പർ അല്ലേ. ടോട്ടൽ ബൈ നമ്പർ. ഇവിടെ ടോട്ടൽ എത്രയാണ്? 210 അപ്പോൾ ഇവിടെ 210 ടോട്ടൽ ബൈ നമ്പറാണ് ആവറേജ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 210 ലിറ്റർ മിൽക്കാണ്. എത്ര പശുവുള്ള? 3 എണ്ണം ഉള്ളത്. അപ്പോൾ നമ്മൾ 3ൽ 21ൽ 3 എത്ര ടൈംസ് ആവും? 7 ആണ്. അപ്പോൾ ഒരു 0 ബാക്കിയുണ്ട്. അപ്പം 7 0
70 ലിറ്ററാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 70 ലിറ്ററാണ്. ഇനി രണ്ടാമത്തെ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് മിൽക്ക് ഗോട്ട് ഫ്രം എ കൗ ഓഫ് സെക്കൻഡ് ബ്രീഡ്? സെക്കൻഡ് ബ്രീഡിൽ നിന്ന് എത്ര കിട്ടിയത്? അതെത്രയാണ്? 252 4. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? 252-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 252-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം 2 4 പോലെ നമ്മൾ 25 എടുത്തു. 25-ൽ എത്ര പ്രാവശ്യമാണ് 4 പോവുക? 6 ടൈംസ് ആണ്. 6 × 4 24. ഇനി 5-ന്ന് 4 കുറച്ചാൽ 1, പിന്നെ 2 ബാലൻസിൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ട് 12-ൽ 4 എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ്. അപ്പം 12 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 63 ആണ്. അപ്പോൾ സെക്കൻഡ് ബ്രീഡിൽ നിന്ന് കിട്ടുന്ന എത്രയാണ്? 63 ആണ്. ഫസ്റ്റ് ബ്രീഡിൽ നിന്ന് കിട്ടിയത് 70 ലിറ്ററാണ്. വിച്ച് ബ്രീഡ് ഈസ് ബെറ്റർ ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഗോട്ട്? അപ്പോൾ ആരാണ് ഏത് ബ്രീഡാണ് നല്ലത്? ഏത് ബ്രീഡാണ് നല്ലത്? ഫസ്റ്റ് ബ്രീഡാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അത് സെറ്റായാലും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ഹൗസ്. ഒരു ഹൗസ് വരയ്ക്കാൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് പിക്ചർ ഷോ ദ ഔട്ട്ലൈൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ്. 4 പിക്ചറിൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഹൗസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആംഗിൾ ഫോർ റൂഫ്? ഏത് ഹൗസിനാണ് റൂഫ് നല്ല ഹയസ്റ്റ് ഉള്ളതെന്ന്, ഗ്രേറ്റസ്റ്റ് ആംഗിളിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആംഗിളിനാണ്? നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതാണെന്ന്, പക്ഷെ നമ്മളെപ്പോഴും ആംഗിൾ നോക്കുമ്പോൾ അതിൻ്റെ വിരിവാണ് നോക്കേണ്ടത്. ഇവിടെ ഇത് പൂട്ടിയിട്ടാണ് കിടക്കുന്നത്, ഇതും കുറച്ച് പൂട്ടിയിട്ടാണ്, ഇതും കുറച്ച് പൂട്ടിയിട്ട്, ഇതാണ് കുറച്ച് വിടർന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ തേർഡാണ് നമ്മുടെ ആൻസർ. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഓക്കെ, പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ അളന്ന് നോക്കുക. ഇനി റീ അറേഞ്ച് ദ ഹൗസസ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾസ് ഓഫ് റൂഫ്. അപ്പോൾ റീ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് മെഷർമെൻറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് എനിക്ക് ഫസ്റ്റ് ഇതെന്താണ് 4 ആണ്, പിന്നെ രണ്ടാമത് വരുന്നത് 2 ആണ്, മൂന്നാമത് വരുന്നത് 1 ആണ്, നാലാമത് ഏറ്റവും വലുതാണ് മൂന്നാമത്തെ ആണ്. അപ്പോൾ 4 2 3 1 എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ഇനി ഡ്രോ ആൻ ഔട്ട്ലൈൻ ഓഫ് എ ഹൗസ് ഹാവിങ് 80 ആംഗിൾ ഫോർ ഇറ്റ്സ് റൂഫ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആംഗിൾ 80 ഡിഗ്രി പിന്നെ ആംഗിൾ വരുന്ന ഒരു റൂഫ് വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈന് വെക്കും. അവിടെ എന്ത് ചെയ്യും? നമ്മൾ പ്രൊട്രാക്ടർ വെക്കും. എന്നിട്ട് പോയിൻ്റ് ഇട്ടിട്ട് 80 ഡിഗ്രി എവിടെയാണെന്ന് നോക്കും. അപ്പോൾ നമുക്ക് 80 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 80 ഡിഗ്രി വരച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് റൂഫ് വരയ്ക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. എന്തായാലും സർക്കിൾ വരയ്ക്കാൻ എന്തായാലും വരും, ആംഗിളൊക്കെ വരയ്ക്കാൻ വരും. അപ്പോൾ കൺസ്ട്രക്ഷൻ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു വെക്കുക. താങ്ക്